വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നാണ്. അപ്പോൾ ഈ ഒരു ബാക്കി നമ്മൾ 7 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CRT ക്ലാസ്സുകളും സോഷ്യൽ സയൻസ് ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് നമ്മൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ക്ലാസ്സുകളിലും വന്നിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് കാണുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സുകൾ കാണുന്നതിനായിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നാണ്. ഇവിടെ എന്താണ് ഒരു പഠനയാത്രയിലെ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ എവിടേക്കൊക്കെയാണ് വന്നിരിക്കുന്നത്? കണ്ടാണശ്ശേരി, മുനിയാട്ടിക്കുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. അപ്പോൾ ആ ഒരു ഭാഗത്തെ കുറിച്ചിട്ട് റിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടി ആ ഒരു ഭാഗത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ചരിത്രശേഷിപ്പുകൾ തേടിയൊരു യാത്ര. അതപ്പോൾ ഒരു പഠനയാത്രയാണ് അവർ പോകുന്നത് അല്ലേ. ഗവൺമെൻറ് UPS കാറ്റാടിക്കുന്ന് നിലപ്പാർന്ന പ്രദേശത്ത് നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടോ ടൂറ് പോയിട്ട് ആ പഠനയാത്ര പോയതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത്. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. അപ്പോൾ ഒരു യാത്ര പോവാണ്, പഠനയാത്രയുടെ ഭാഗമായിട്ട് തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും മുനിയറകളും ഒക്കെ കണ്ടെന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. കുട പോലെയാണ് കുടക്കല്ല് എന്ന് പറയുന്നത്, തൊപ്പി പോലെയുള്ളവയാണ് തൊപ്പിക്കല്ല് എന്ന് പറയുന്നത്, മുനിയറകൾ എങ്ങനെയാണ് ഗുഹ പോലെയുള്ളവയാണെന്നും പറഞ്ഞു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങളെല്ലാം ഞങ്ങളെ വിസ്മയിച്ചു. അപ്പോൾ അവിടെ അവർ കണ്ടിട്ടുള്ള യാത്രകൾ അവിടെ കണ്ടിട്ടുള്ള എന്തൊക്കെയായിരുന്നു? കുടക്കല്ല് കണ്ടു, അതുപോലെ തന്നെ എന്താണ് മുനിയറകൾ കണ്ടു അല്ലേ, തൊപ്പിക്കല്ലൊക്കെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. ചരിത്രത്തെക്കുറിച്ച് പറയാൻ പോണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? മഹാശിലായുഗം അല്ലേ. മഹാശിലായുഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറകളൊക്കെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാലഘട്ടത്തെയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അതായത് കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കരിങ്കല്ലിലും ചെങ്കല്ലിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഈ കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ എന്നിവയൊക്കെയാണെന്ന് പറയുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരുന്നതിനാലാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താ കണ്ടായിരിക്കും മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്? ഇവ വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടൊക്കെ ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. അതിനാൽ തന്നെ ഈ ശിലാസ്മാരകങ്ങളുള്ള കാലഘട്ടത്തെയാണെന്ന് പറയുന്നത് മഹാശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ മഹാശിലായുഗം എന്ന് വെച്ചാൽ മഹാന്ന് വെച്ചാൽ വലുതാണ് അല്ലേ. അപ്പോൾ വലിയ കല്ലുകളോ വലിയ പാറകളോ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്മാരകങ്ങളെയാണെന്ന് പറയുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെയാണ് മഹാശിലായുഗം എന്ന് പറയുന്നത് അല്ലേ. മഹാശിലാ സ്മാരകങ്ങൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ നിൽക്കുന്ന മഹാശിലാ സ്മാരകങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഈ മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? നോക്കി കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ പറയാം. ദക്ഷിണ ഭാഗത്താണ് അല്ലേ കാണപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്? മറയൂർ അല്ലേ, മറയൂരാണ്.
പിന്നെ ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് ഒക്കെ എന്താണ് കേരളത്തിലുള്ള സ്ഥലങ്ങളാണ് അല്ലേ, കാണപ്പെടുന്ന മഹാശിലാ യുഗത്തിൻ്റെ തെളിവുകൾ കാണപ്പെടുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ എന്തുണ്ട്, ആദിച്ചനെല്ലൂരുണ്ട്, കർണാടകയിലെ ബ്രഹ്മഗിരി, അതുപോലെ ആന്ധ്രാപ്രദേശിലാണ് നാഗാർജുന കൊണ്ടൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ എന്താ, ഏതൊക്കെ സ്ഥലങ്ങളാണ് വരിക? ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗം അല്ലേ, ഇന്ത്യയുടെ ദക്ഷിണ ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് വരിക, തെക്ക് ഭാഗമാണ് വരിക അല്ലേ. ദക്ഷിണേന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ളത് പുതുച്ചേരി, ലക്ഷദ്വീപ് ആണ്. ഇവയൊക്കെ എന്താണ് പറയുക, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി മഹാശിലാ സ്മാരകങ്ങളിൽ നമ്മൾ പറഞ്ഞു തൊപ്പിക്കല്ല് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മുനിയറ ഗുഹ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ കുട്ടി. പിന്നെ എന്താണ് കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ ഒക്കെ എന്താണ് കല്ലും പാറയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിന് എന്താണ്, ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ഇവരെന്ത് കണ്ടെത്തിയിട്ടുണ്ട്, ഇരുമ്പായുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇന്ന് പറയാം ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും പറയാം. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കൂടുതലായി കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്, ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയത് എന്താണ്, മൃതശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവയെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ശിലാസ്മാരകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൃതശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, അതിനൊപ്പം തന്നെ ഇവർ ധരിച്ചിട്ടുള്ള ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങളൊക്കെ ഇവർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഈ മഹാശിലാ യുഗത്തെ നമ്മൾ ഇരുമ്പ് യുഗം എന്നറിയപ്പെട്ടിരുന്നു. കാരണം എന്താണ്, ഇരുമ്പും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ അടക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൂടിയിട്ടാണ് അടക്കം ചെയ്യുക. അതിനാൽ തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഏതൊക്കെയാണ്, ആഭരണങ്ങളാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ആയുധങ്ങൾ, ഉപകരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നു. ഇനി ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളെയും ചിത്രം നിരീക്ഷിക്കും. നോക്കി കണ്ടില്ലേ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി കാണാം ഇവിടെ അല്ലേ, വാള്, അരിവാള്, അതുപോലെ കുന്തമുന, മുക്കാലിപ്പീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലാ യുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ ഇവർ കത്തി പോലെയുള്ള ഉപകരണങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇവിടെ കത്തി പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു നമുക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഇരുമ്പിൻ്റെ യുഗം അവിടെ കൃഷി തുടങ്ങുന്നതിന് കാരണമായിട്ടുണ്ട്. ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ ശേഖരണത്തിൽ നിന്നും എങ്ങനെയൊക്കെ പോവാണ്, ഭക്ഷ്യോൽപാദനത്തിലേക്ക് പോകുന്നത് അല്ലേ. അതൊക്കെ എന്താണ് ഈ മഹാശിലാ സ്മാരകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. അപ്പോൾ നമ്മൾ മഹാശിലാ സ്മാരകങ്ങളെ കുറിച്ച് പഠിച്ചു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുടക്കല്ല്, അതുപോലെ തന്നെ തൊപ്പിക്കല്ലൊക്കെ എന്താണ് പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങളാണ്, പ്രധാനപ്പെട്ട മഹാശിലാ സ്മാരകങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ മൃതാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ഇരുമ്പ് പോലെയുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതിനാൽ തന്നെ നമ്മൾ എന്താ എന്ന് പറയുന്നു, ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നുണ്ട് മഹാശിലാ സ്മാരകങ്ങളെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർ കൃഷിയും വ്യാപകമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയെന്നും പറഞ്ഞു. ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം നോക്കി ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. വഞ്ചി, മധുരൈ, ഉറയൂർ, ചേരർ, പാണ്ഡ്യർ, ചോളർ എന്നിവരെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങളെ നോക്കൂ. മധുരൈ, ഉറയൂർ, വഞ്ചി കണ്ടില്ലേ. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ.
പ്രാചീന തമിഴകത്തെക്കുറിച്ച്, അതായത് ഈ ഒരു ദക്ഷിണേന്ത്യൻ പ്രദേശമാണ്, ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, ഈ ഒരു പ്രദേശത്തെയാണെന്ന് പറയുന്നത് തമിഴകം എന്ന് പറയുന്നത്. തമിഴകം എന്ന് പറയുന്നത് PSC ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ തമിഴകം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ പ്രദേശത്തെയാണ് തമിഴകം എന്നറിയപ്പെടുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് ഇവരെ ലഭിക്കുന്ന ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് എന്തിനെ കുറിച്ച് ലഭിക്കുന്നുണ്ട്? പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. അപ്പോൾ പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ളതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, നാണയങ്ങളും അതുപോലെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട് നമ്മളടുത്ത് പറയുന്നതാണ് പഴന്തമിഴ് പാട്ടുകളെ കുറിച്ചിട്ടാണ്. പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ് ഈ പഴന്തമിഴ് പാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഘസാഹിത്യ കാലകൃതിയാണ്. അപ്പം ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പം എന്താണ് സംഘസാഹിത്യം എന്ന് വെച്ചാൽ നോക്കിയേ, യാതും ഊരേ യാവരും കേളിർ, തീരും നൻറ്റും പിറർ തരാവര എന്ന് പറയുന്നത് പുറനാനൂറിൽ നിന്നെടുത്ത വരികളാണ്. അപ്പോൾ ചോദിക്കാം, ഈ വരികൾ തന്നിട്ട് ഏതിൽ നിന്ന് എടുത്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാം? പുറനാനൂറാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്? എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല എന്നാണ് ഈ ഒരു വരിയുടെ അർത്ഥം പറയുന്നത്. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് നമ്മൾ കണ്ടത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്? ഈ സംഘങ്ങൾ എവിടെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? മധുര കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികളെന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പം എന്താ പറയുന്നത്? ഈ സംഘങ്ങൾ, അതായത് നാം പറഞ്ഞു തമിഴ് കവികളുടെ കൂട്ടായ്മയെയാണ് സംഘങ്ങൾ എന്ന് പറഞ്ഞല്ലേ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഗായകരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ എന്നറിയപ്പെടുന്നു സംഘകൃതികളെന്നും, അതുപോലെ തന്നെ ഈ പാട്ടുകൾ ഉപയോഗിച്ച ഒരു കാലത്ത് സംഘകാലം എന്നാണ് അറിയപ്പെടുന്നത്. പുറനാനൂർ പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികൾ നമുക്ക് നോക്കാം. നറ്റിണൈ, പതിറ്റൂപത്ത്, കുറുന്തോക്കൈ, അകനാനൂറ്. ഇതൊക്കെയാണ് നറ്റിണൈ, പതിറ്റൂപത്ത്, കുറുന്തോക്കൈ, അകനാനൂറ് എന്നിവയ്ക്കുന്നതാണ് പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ്. ഇനി സംഘം കൃതികൾ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ എന്ന് പറയുന്നത്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയെ എന്ന് പറയുന്നു അകം പാട്ടുകൾ എന്ന് പറയുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറം പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഘകൃതികൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു? സംഘകാലത്തെ കൃതികളാണ്. പ്രധാനപ്പെട്ടും കവികളാണ് അന്നത്തെ ഗായകന്മാരുടെ പാട്ടുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് സംഘകൃതികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പുറനാനൂറൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സംഘകൃതികൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അകനാനൂറെന്നും പുറനാനൂറെന്നും. അകനാനൂറെന്ന് വെച്ചാൽ എന്താണ്? കുടുംബത്തിനെ കുറിച്ചിട്ട് അല്ലേ, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതമൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി എന്താണ് പുറം പാട്ടുകൾ എന്ന് വെച്ചാലോ, ഈ അവരുടെ രാജകൊട്ടാരം, അവിടുത്തെ ജീവിതങ്ങളൊക്കെ ഇല്ലേ, അതാണ് അവിടെ വരുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറം പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ് കുറുന്തോക്കൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റൂപ്പത്ത് എന്നിവ. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കൂറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവ. അപ്പോൾ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ ഇതൊക്കെയായിരിക്കും. തിരുക്കൂറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവയായിരിക്കും അല്ലേ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെക്കാം. അതുപോലത്തെ കുറുന്തോക്കയും നെറ്റിണയും എന്നാണ് പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ്. ഇനി തിരുക്കൂറൽ എന്ന് വെച്ചാൽ എന്താണ്? ബൈബിൾ എന്നറിയപ്പെടുന്നു അല്ലേ. ബൈബിൾ എന്നറിയപ്പെടുന്നത്
എന്നാണ് തിരുവൂക്കൂറലാണ്. തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുവൂക്കൂറൽ. തിരുവള്ളുവറാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അപ്പോൾ തിരുവൂക്കൂറൽ എന്ന് പറയുന്നത് തമിഴ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതുപോലെ തന്നെ തിരുവൂക്കൂറൽ എഴുതിയിട്ടുള്ളത് ആരാണ്? തിരുവള്ളുവരാണ്. ഇനി ചിലപ്പതികാരത്തിൽ എന്താ പറയുന്നത്? കണ്ണകിയുടെയും കോവാലിൻ്റെയും കഥ പറയുന്നതാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ആരാണ്? ഇളങ്കോ അടികളാണ്. മണിമേഖല ആരാണ് എഴുതിയിട്ടുള്ളത്? ആരാണ്? ചീത്തലൈ ചാത്തനാറാണ്. അപ്പോൾ ഈ മണിമേഖലയിൽ എന്താ പറയുന്നത്? കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. അപ്പോൾ തിരുവൂക്കൂറിൽ എഴുതിയിട്ടുള്ളത് ആരാണ്? തിരുവള്ളുവരാണ്. ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ഇളങ്കോ അടികളാണ്. ചിലപ്പതികാരത്തിൽ എന്താ പറയുന്നത്? കണ്ണകിയുടെയും കോവാലിൻ്റെയും ആണ് കഥ പറയുന്നത് അല്ലേ. മണിമേഖല എന്ന് വെച്ചാൽ എന്താണ്? ആരാ എഴുതിയിട്ടുള്ളത്? ചീത്തലൈ ചാത്തനാറാണ് എഴുതിയിട്ടുള്ളത്. കോവാലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ഇനി സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. സംഘകൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പഴന്തമിഴ് പാട്ടുകളെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഈ പഴന്തമിഴ് പാട്ടുകളിൽ എന്നൊക്കെ പറയുന്നുണ്ട്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ കാലിമേക്കലിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ എന്താണ് ഉപ്പുകുറുക്കലിനെ കുറിച്ച്, വിഭവങ്ങളുടെ കൈമാറ്റത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സാമൂഹിക ജീവിതം അല്ലെങ്കിൽ സാമ്പത്തിക ജീവിതം? ഈ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ജീവിതത്തിൽ. അന്നത്തെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? സാമൂഹിക ജീവിതമെന്നും സാമ്പത്തിക ജീവിതമെന്നും. സാമൂഹിക ജീവിതം എന്ന് വെച്ചാൽ എന്തായിരിക്കും സാമൂഹിക ജീവിതം? തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. അപ്പോൾ സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയാണ്? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായിട്ടുള്ള വേർതിരിവുകൾ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അവിടെ വിഭജനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ആ സമയത്ത് എന്താണ്? സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ഇനി സാമ്പത്തിക ജീവിതമാണെന്നുണ്ടെങ്കിലോ കൃഷിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഇവിടെ നമുക്ക് സാമ്പത്തികം എന്ന് പറയുമ്പോൾ സമ്പദ്പരമായിട്ടുള്ള കാര്യങ്ങളാണ് വരാം അല്ലേ. കൃഷിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. കന്നുകാലി മേക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവയൊക്കെ എന്താണ്? മറ്റു ഉപജീവന മാർഗങ്ങളാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സാമ്പത്തിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. കൃഷിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് അല്ലേ. കന്നുകാലി മേക്കലും മീൻപിടുത്തം, വേട്ടയാടലും ഒക്കെ മറ്റു ഉപജീവന മാർഗങ്ങളാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും പ്രധാനമായിട്ടും കുരുമുളക് മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളാണ് പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നത്. കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളാണ് വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇനി തിണകൾ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. തിണകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ എത്ര തിണകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 5 ഭൂവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയെ ഐന്തിണകൾ എന്നാണ് അറിയപ്പെടുന്നത്. കുറിഞ്ചി എന്ന് പറയുന്ന തിണയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറിഞ്ചിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കാട്, മല, ഇതാണ് അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറയുന്നത്. അതായത് കാടും മലയുള്ള ഒരു ഭാഗത്ത് നിന്ന് പറയുന്നു കുറിഞ്ചി എന്ന് പറയുന്നു അല്ലേ. ഉപജീവന മാർഗങ്ങൾ അപ്പോൾ എന്തൊക്കെയായിരിക്കും? മലവിഭവ ശേഖരണവും വേട്ടയാടലായിരിക്കും. ഇനി മുല്ലയാണെങ്കിലോ പുൽമേടുകളും കുറ്റിക്കാടുകളും ഉള്ള പ്രദേശമാണ്. കന്നുകാലി മേഖലയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. പാലയാണെങ്കിൽ വരണ്ട പ്രദേശമാണ്. കൊള്ളയും കവർച്ചയുമാണ് അവിടുത്തെ ഉപജീവന മാർഗം. മരുതെന്ന് വെച്ചാൽ പച്ചപ്പിടുത്ത് അല്ലേ, പച്ച കളറല്ലേ. അപ്പം എന്താണ്? വയൽ പ്രദേശം, കൃഷിയായിരിക്കും. ഇനി നെയ്തൽ തീരപ്രദേശമാണ്. മീൻപിടുത്തം, ഉപ്പുകുറുക്കലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് കാട്, മല, അതുപോലെ തന്നെ അവിടുത്തെ എന്താണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്താണ്? വനവിഭവ ശേഖരണവും വേട്ടയാടലാണ്. മുല്ലയാണെങ്കിലോ പുൽമേടുകളും കുറ്റിക്കാടുകളാണ്. കന്നുകാലി മേഖല. പാല വരണ്ട പ്രദേശം, അവിടെ കൊള്ളയും കവർച്ചയും. മരുതം വയൽ പ്രദേശം, കൃഷി. നെയ്തൽ തീരപ്രദേശം, മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ.
ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഓരോ തിണകളിലും പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ തിണകളിലുള്ള വിഭവങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വ്യാപാര സമ്പ്രദായം ഉടലെടുക്കുകയാണ് അല്ലേ. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ എന്ത് വന്നു? അങ്ങാടികൾ വന്നു. അപ്പം എന്താണ് അങ്ങാടികൾ എന്ന് വെച്ചാൽ പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. പ്രാചീന തമിഴകത്തെ അങ്ങാടികളാണ് എന്തൊക്കെ? അല്ലലാവണം, നാളങ്ങാടി. അല്ലലാവണം, നാളങ്ങാടി. അല്ലലാവണം, നാളങ്ങാടി. അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. അല്ലലാവണം എന്ന് വെച്ചാൽ എന്താണ്? അന്തിച്ചന്തയാണ്. നാളങ്ങാടി പകൽ എന്ന് വെച്ചാൽ എന്താണ്? നാളങ്ങാടി എന്ന് വെച്ചാൽ എന്താണ്? പകൽ ചന്തയാണ്. തിടകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. അപ്പം അങ്ങാടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറയാം അല്ലേ. പകലാണെന്നുണ്ടെങ്കിൽ എന്താണ്? നാളങ്ങാടി പകലാണ്. രാത്രിയാണെങ്കിലോ എന്താണ്? അല്ലലാവണമാണ്. അല്ലലാവണം. ഇനി രാഷ്ട്രീയ വ്യവസ്ഥ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ ഭരണാധികാരികളിൽ ഒന്നായി മൂവരേന്തർ അല്ലെങ്കിൽ മൂവരശ്വർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് ആരൊക്കെയാണ്? ചേര ചോള പാണ്ഡ്യന്മാരാണ്. ഇവരെ മൂവേന്തർ എന്നും മൂവരശ്വർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. അപ്പോൾ തമിഴകത്ത് കുറേ പേരുണ്ടായിരുന്നു, അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ ഭരണകൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാണ് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ. ആരൊക്കെയാണ്? മൂവേന്തർ എന്നറിയപ്പെട്ടിരുന്നത് ചേര ചോള പാണ്ഡ്യന്മാരാണ്. ഈ രാജാക്കന്മാരെ കോൻ കടുംഗോ എന്നൊക്കെ വിളിച്ചിരുന്നു. ഈ രാജാക്കന്മാർ എന്തൊക്കെയാണ്? കോൻ കടുംഗോ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ചേരചോള പാണ്ഡ്യ ഭരണാധികാരികളെ മൂവേന്തർ എന്ന് വിളിച്ചിരുന്നു, മൂവരശ്വർ എന്ന് വിളിച്ചിരുന്നു, കോൻ കടുംഗോ എന്നും വിളിച്ചിരുന്നു. സംഘകാലത്തിനു ശേഷം ചേരയുടെ നിയന്ത്രണത്തിന് കീഴ് പ്രദേശങ്ങളായ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ വിവരണത്തിന് കീഴായി. അതായത് സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിലായിട്ടുള്ള പ്രദേശങ്ങൾ പിന്നീട് ആരുടെ കീഴിലാവാണ്? പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാവാണ്. അപ്പോൾ ആരാണ് പെരുമാക്കൾ എന്ന് പറയുന്നത്? മഹോദയപുരത്തെ പെരുമാക്കൾ. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം മഹോദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഈ പെരുമാക്കൾ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരത്തിലാണ് ഇവർ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പെരുമാക്കളെ പിന്നീട് എന്നൊക്കെ അറിയപ്പെട്ടു? പിൽക്കാല ചേരർ എന്നും അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മഹോദയപുരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണെന്ന്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള സ്ഥലമാണ് എന്ന് പറയുന്ന മഹോദയപുരം എന്ന് പറയുന്നത്. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. മഹോദയപുരം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പെരുമാക്കന്മാരാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമാണ് മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണു രവി, ഇന്ദുക്കോത, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. ആരൊക്കെയാണ് മഹോദയപുരത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ? രാമരാജശേഖരൻ, സ്ഥാണു രവി, ഇന്ദുക്കോത, ഭാസ്കര രവി എന്നിവരായിരുന്നു. ഇനി പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിച്ചു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചു. അപ്പോൾ ഫുൾ എന്താണ്? വിഭജിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പെരുമാക്കന്മാർ എന്തൊക്കെ ചെയ്തു? നാടുകളായിട്ട് ആദ്യം വിഭജിച്ചു. അതിനുശേഷം ദേശങ്ങളെ കരകളെന്നും വിഭജിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളായിരുന്നു. നാടുവാഴികളായിരുന്നു. ദേശങ്ങളുടെ ഭരണം ദേശവാഴികളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. ദേശവാഴികൾ എന്ത് ചെയ്തു?
ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലെ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളാണ്. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. അപ്പം എന്താണ് പെരുമാൾ ഭരണം എന്ന് വെച്ചാൽ, ഈ പെരുമാൾ എന്ന് ചെയ്യാണ് മഹോദയപുരത്തെ വിവിധ നാടുകളായിട്ട് തിരിക്കുകയാണ് അല്ലേ. ഈ നാടുകളെ ദേശങ്ങളായിട്ടും അതുപോലെ തന്നെ കരകളായിട്ടും ഉപയോഗിച്ചു. ദേശം എന്ന് പറയുമ്പോൾ തന്നെ ദേശങ്ങളുടെ ഭരണമാണ് അല്ലേ. അപ്പോൾ ഈ ദേശങ്ങളുടെ ഭരണം എന്ന് പറയുമ്പോൾ ആർക്കായിരുന്നു? ദേശവാഴികൾക്കായിരുന്നു. അതുപോലെ തന്നെ കരകളുടെ ഭരണം എന്ന് പറയുന്ന ആർക്കാണ്? പഞ്ചായത്തുകാർക്കാണ് അല്ലേ. പിന്നെ നാടുകളുടെ ഭരണം ആർക്കാണ്? നാടുവാഴികൾക്കാണ്. ആദ്യം തന്നെ നാടുകളായിട്ട് തിരിച്ചു. അപ്പോൾ നാടുകളുടെ ഭരണം നാടുവാഴികൾക്കാണ്. പിന്നീട് ദേശങ്ങളായിട്ട് തിരിച്ചു. അപ്പോൾ ദേശവാഴികൾക്കാണ്. കരകളുടെ ഭരണം ആർക്കാണ്? പഞ്ചായത്തിനാണ് അല്ലേ. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്ക് തന്നെയാണ്? പെരുമാളിന് തന്നെയായിരുന്നു. അപ്പോൾ പെരുമാൾ രാജ്യം പെരുമാൾ, നാടുകളാണെങ്കിൽ നാടുവാഴി, ദേശങ്ങളാണെങ്കിലോ ദേശവാഴി, കരകളാണെന്നുണ്ടെങ്കിൽ ആരാണ്? പഞ്ചായത്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി സാമ്പത്തിക പുരോഗതി. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. അപ്പം സാമ്പത്തിക പുരോഗതി എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് സുഗന്ധവ്യഞ്ജന വ്യാപാരങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുറമുഖങ്ങൾ വഴി എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ചുങ്കം ലഭിച്ചിട്ടുണ്ടായിരുന്നു, നികുതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ സമ്പത്ത് കൂടാനായിട്ട് കാരണമാകാണ്. അതുപോലെ തന്നെ അവിടെ വാണിജ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഈ കച്ചവടം നടത്തിയവർ എവിടെ നിന്നൊക്കെയായിരുന്നു? 5 വണ്ണം മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചവട സംഘങ്ങൾ അറിയപ്പെടുന്നതാണ് 5 വണ്ണം മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്ന്. ഇനി ഇവിടുത്തെ സാംസ്കാരിക ജീവിതം നോക്കാം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്ത് വളരെയധികം മാറ്റങ്ങളുണ്ടായി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ എന്താണ്? ക്ഷേത്രങ്ങൾ അല്ലേ. ക്ഷേത്രങ്ങളാണ് കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമാക്കിയിട്ട് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പിന്നീട് സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറുന്നത്. അപ്പോൾ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന ഇതാണ് ക്ഷേത്രങ്ങളാണ് സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറിയത്. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. അതായത് ജനിച്ച സമയത്ത് തന്നെ ഓരോരുത്തരും ഓരോ പണികൾ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ജാതി വ്യവസ്ഥ രൂപപ്പെടാണ്. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലയാണ് കൂത്തും കൂടിയാട്ടം. ഇവയൊക്കെ ഫേമസ് ആണ്. അപ്പോൾ അനുഷ്ഠാന കലകളാണ് കൂത്തും കൂടിയാട്ടം ഒക്കെ ഈ കാലങ്ങളിൽ വികാസം പ്രാപിക്കുകയാണ്. ക്ഷേത്രകലകളായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് വികാസം പ്രാപിച്ച കലകളാണ് വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിവ. അനുഷ്ഠാന കലകളാണ് കൂത്തും കൂടിയാട്ടം. പിന്നെ നാം പറഞ്ഞത് ഓരോരുത്തരും ജനനസമയത്ത് തന്നെ അവരുടെ ജോലികളൊക്കെ ചെയ്തിരുന്നു അല്ലേ. ജനനസമയത്തല്ല, ഈ ജനിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു ജോലികളുണ്ടല്ലോ, അതൊക്കെ തന്നെ പാരമ്പര്യമായിട്ട് ലഭിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ജാതി വ്യവസ്ഥകൾ രൂപപ്പെടുന്നത് എന്നും പറഞ്ഞു. പിന്നെ കൂടുതലായിട്ട് കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം നാണക്ഷേത്രങ്ങളാണെന്നും പറഞ്ഞിരുന്നു. 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് വെച്ചാൽ പെരുമാക്കന്മാരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നാടുകളുണ്ടല്ലോ, ഇത് പിന്നീട് നാടുവാഴികളുടെ കീഴിലായിട്ട് മാറി. അത് കാരണം ഇവിടെ എന്നറിയപ്പെട്ടു നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. ഇവിടെയാണ് മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നത്. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണ് ഈ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. മരുമക്കത്തായി അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം എവിടെ വരെയാണ്? നാടുവാഴി സ്വരൂപങ്ങളിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ മക്കത്തായി എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതിയാണ് മക്കത്തായം, മരുമക്കത്തായം. പിന്തുടർച്ച അവകാശ രീതി, അതായത്
പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം എന്ന് പറയുന്നത്. പിതാവിൽ നിന്ന് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയും, അതിനെ മക്കത്തായം എന്ന് പറയും. പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മരുമക്കത്തായം എന്ന് പറയും. സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നു മരുമക്കത്തായം എന്ന് പറയുന്നു. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കോലത്തുനാട് കണ്ണൂർ, നെടിയിരിപ്പ് കോഴിക്കോട്, പെരുമ്പടുപ്പ് കൊച്ചി, തൃപ്പാപ്പൂർ വേണാട് എന്നിവ. അതായത് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ട സ്വരൂപങ്ങളാണ്. ഇതൊക്കെയാണ് കോലത്തുനാട് കണ്ണൂരാണ്, നെടിയിരിപ്പ് സ്വരൂപം എവിടെയാണ് കോഴിക്കോടാണ്, പെരുമ്പടുപ്പ് സ്വരൂപം കൊച്ചിയിലാണ്, തൃപ്പാപ്പൂർ വേണാടാണ്. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നാടുവാഴി സ്വരൂപങ്ങളൊക്കെ ഉയർന്നത്. അപ്പം അങ്ങനെ അവിടെ എന്താണ് ജന്മി സമ്പ്രദായം വരാണ് അല്ലേ. പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ കാണിച്ചിട്ടുണ്ട് കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടുപ്പ്, തൃപ്പാപ്പൂർ എന്നിവ. അതുപോലെ തന്നെ മധ്യകാല കേരളത്തിലെ നാടുകളാണ് കോലത്തുനാട്, ഏഴിമല, പുറകീഴ് നാട് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ സ്വരൂപത്തെയും കുറിച്ചിട്ട് പറയുന്നുണ്ട്. കോലത്തുനാട് സ്വരൂപം എന്ന് വെച്ചാൽ കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ കോലത്തുനാട് സ്വരൂപം കണ്ണൂരാണ് പ്രധാനപ്പെട്ട കേന്ദ്രം. ഭരണാധികാരി എന്നാണ് കോലത്തിരി എന്നറിയപ്പെട്ടിരുന്നു. നെടിയിരുപ്പ് സ്വരൂപമാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടാണ് ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടിരുന്നു. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. മാമാങ്കത്തിന് രക്ഷാ പുരുഷ സ്ഥാനം ആർക്ക് ലഭിച്ചു? സാമൂതിരിക്ക് ലഭിച്ചു. അങ്ങനെ അവരെ ഈ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ്. പെരുമ്പടുപ്പ് സ്വരൂപം എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടുപ്പ് സ്വരൂപമായിട്ട് മാറിയത്. അപ്പോൾ കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടുപ്പ് സ്വരൂപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ പെരുമ്പടുപ്പ് സ്വരൂപം കൊച്ചി എന്ന് പറയാം. കൊടുങ്ങല്ലൂരാണ് പിന്നീട് പെരുമ്പടുപ്പ് സ്വരൂപമായിട്ട് മാറിയത്. തൃപ്പാപ്പൂർ എവിടെയാണ്? തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ് അല്ലേ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ട് പരിണമിക്കുകയാണ്. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായൊരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. അപ്പോൾ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായൊരു നാട്ടുരാജ്യമായിട്ട് വികാസം പ്രാപിച്ചത് ആരുടെ കാലത്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ശക്തൻ തമ്പുരാന്റെ കാലത്താണ് പെരുമ്പടുപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. ശക്തൻ തമ്പുരാന്റെ കാലത്തായിരുന്നു. മാമാങ്കം എന്ന് വെച്ചാൽ എന്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വെള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വെള്ളുവക്കനോദരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. 17 തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തൊക്കെയാണ് ചെയ്തത്? ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടി ദാനം നടത്തിയതൊക്കെ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശക്തൻ തമ്പുരാനാണെന്നുണ്ടെങ്കിലോ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ തൃപ്പടി ദാനം വെച്ചെന്താണ്? 1750 ജനുവരി 3-ന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടി ദാനം നടത്തിയത്. 1750 ജനുവരി 3-ന്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭ ദാസനായി മാറി. അതിനെയാണ് തൃപ്പടി ദാനം അറിയപ്പെടുന്നത്. അതിന് കഴിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമാണ് തൃപ്പടി ദാനം. അപ്പോൾ തൃപ്പടി ദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3-ന്. ഓക്കെ. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരമൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.